മലയാളത്തിൽ ഏതൊരു നടൻ്റെയും ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ അളക്കുന്ന മാനദണ്ഡമായി മാറിയിരിക്കുകയാണ് 100 കോടി കളക്ഷൻ ലഭിക്കുന്ന സിനിമകളെ നോക്കിയാണ്. മറ്റ് ഇൻഡസ്ട്രികൾ 300 കോടിയെല്ലാം നേടി നിന്ന സമയത്താണ് മലയാളത്തിൽ ആദ്യമായി 100 കോടി കളക്ഷൻ ലഭിച്ചത്. 9 വർഷങ്ങൾക്ക് ശേഷം 16 സിനിമകൾ ഈ ക്ലബിൽ ഇടം പിടിച്ചു. മോഹൻലാൽ 5 വട്ടം ഈ നേട്ടത്തിലെത്തിയപ്പോൾ നസ്ലിൻ 2 തവണ 100 കോടി നേട്ടത്തിലെത്തി. മലയാളത്തിലെ പല താരങ്ങളും ഈ നേട്ടത്തിലെത്തിയപ്പോഴും ഇതുവരെ ഈ നേട്ടം സ്വന്തമാക്കാത്ത താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും 100 കോടി എന്ന നേട്ടം മമ്മൂട്ടിക്ക് കൈപ്പടയിൽ ഒതുക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. 130 കോടിയിൽ ബജറ്റിലൊരുങ്ങിയ പാട്രിയറ്റ് പോലും 100 കോടി ക്ലബ് നേടാതാണ് കടം വിട്ടത്. മമ്മൂട്ടിയും 100 കോടി ക്ലബും തമ്മിൽ ബന്ധത്തെക്കുറിച്ച് പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അർഹത ഉണ്ടായിട്ടും 100 കോടി ക്ലബ്ബിൽ കളക്ഷൻ നേടാത്ത മമ്മൂട്ടിയുടെ ഒരു സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ സിനിമാ പ്രേമികളിൽ പ്രധാന ചർച്ച. 2023 പുറത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് 100 കോടി ക്ലബ്ബിൽ കയറാൻ അർഹതയുണ്ടായിരുന്ന സിനിമയായിരുന്നു പലരും അഭിപ്രായപ്പെടുന്നു. കഥാപരമായും പ്രകടനങ്ങൾ കൊണ്ടും മേക്കിംഗ് കൊണ്ടും മുന്നോട്ട് നിന്ന ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. എന്നാൽ ഈ നോട്ടം സ്വന്തമാക്കാത്തതിന് കാരണം മമ്മൂട്ടി എന്ന നിർമ്മാതാവാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. റിലീസിനു മുമ്പ് കാര്യമായി പ്രമോഷനൊന്നുമില്ലാതെയാണ് പ്രദർശനത്തിയ ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. നവാഗതനായ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത ചിത്രം വോയിസ് ഓഫ് മൗത്തിലൂടെ ശ്രദ്ധ നേടിയത്. ഒരു വിധത്തിൽ കളക്ഷൻ ഉയർന്ന് 85 കോടിയും എത്തിയപ്പോൾ തമിഴ് ബ്രഹ്മാണ്ഡ ചിത്രം ലിയോ തിയേറ്ററിലെത്തിയത് മറ്റൊരു തിരിച്ചടിയായി. മികച്ച കഥയും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രവും തിരഞ്ഞെടുക്കുന്ന മമ്മൂട്ടി എന്ന നടൻ ഗംഭീരമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവ് എന്ന ഒട്ടും പോരാ എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വേണ്ടത്ര പ്രൊമോഷൻ ചെയ്യാത്ത, നല്ലൊരു റിലീസ് ഡേറ്റ് നോക്കാതെ റിലീസ് ചെയ്യുന്നത് കൊണ്ട് അർഹിച്ച കളക്ഷൻ ലഭിക്കാതെ പോയി എന്നതും കമൻറ്റുകളുണ്ട്. ആൻഡോ ജോസഫിനെ പോലുള്ളവരെ ഒഴിവാക്കിയിട്ട് പകരം ആൻ്റണി പെരുമ്പാവൂർ, വേണു കുന്തംവിളി പോലുള്ള നല്ല ഹോൾഡുള്ള നിർമ്മാതാക്കളെ കൂടെ കൂട്ടണമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു.